ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവത്തിനിടെ നവജാത ശിശുവിന്റെ ഞരമ്പുകൾ തകർന്ന് 1.5 വയസ്സുകാരന് കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ട സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ഡോക്ടർ പുഷ്പ പ്രസവമെടുത്ത കൂടുതൽ കുട്ടികൾക്ക് ഇത്തരത്തിൽ ഞരമ്പുകൾ തകർന്ന് പരിക്ക് സംഭവിച്ചതായി ആശുപത്രി സൂപ്രണ്ട് ദീപ്തി തുറന്നു സമ്മതിക്കുന്ന ശബ്ദ സംഭാഷണം ന്യൂസ് 18 പുറത്തുവിടുകയാണ്. ആശുപത്രിയെ സംബന്ധിച്ചും ചില കുറ്റസമ്മതങ്ങൾ ഉണ്ട് ഈ സംഭാഷണത്തിൽ. എല്ലാം രേഖകളായി വനിതാ ശിശു ആശുപത്രിയിൽ ഉണ്ടായിരുന്നിട്ടും ആരോഗ്യവകുപ്പ് ഗർഭിണികളുടെയും കുഞ്ഞുങ്ങളുടെയും ജീവൻ വെച്ച് പന്താടുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് 18 അന്വേഷണം. നെഗ്ലിജൻസ് ആയിട്ട് കാണിക്കാൻ നിർത്തി ഈ ഡോക്ടറിനൊക്കെ അവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവർ പറഞ്ഞ് ഇത്ര ചിലവായതല്ല, ഇത്ര കോമ്പൻസേഷൻ കറക്റ്റ് ചെയ്ത് തരാം എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ ഡോക്ടറിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാം. ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ദീപ്തിയും പ്രസവത്തിനിടയിൽ ബ്രേച്ചിൽ പ്ലെക്സ് ഇഞ്ചുറി സംഭവിച്ച പിന്നീട് കൈയുടെ ചലനശേഷി തന്നെ നഷ്ടപ്പെട്ട 1.5 വയസ്സുകാരൻ വിഹാന്റെ അച്ഛൻ വിഷ്ണുവുമായുള്ള സംഭാഷണമാണ് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. ഈ സംഭാഷണത്തിൽ തങ്ങളുടെ കുട്ടിക്ക് മാത്രമല്ല ഇങ്ങനെ സംഭവിച്ചതെന്ന് വിഷ്ണു പറയുമ്പോൾ, വിഹാൻ ജനിച്ച അതേ സമയത്ത് ഡോക്ടർ പുഷ്പ പ്രസവമെടുത്ത 2 കുട്ടികൾക്ക് കൂടി സമാനമായ രീതിയിൽ തോളലിനും ഞരമ്പുകൾക്കും പരിക്കു പറ്റിയിരുന്നതായി ആശുപത്രി സൂപ്രണ്ട് ലാഘവത്തോടെ തുറന്നു സമ്മതിക്കുന്നു. മാഡം നമ്മുടെ അടുത്ത് ഇപ്പം മാഡത്തിനോട് വിശ്വാസം ഉള്ളതുകൊണ്ട് മാഡം പറയുന്നു 3 മാസം ഇല്ല 6 മാസം കൊണ്ട് ശരിയാവും, കൊച്ചിൻ്റെ കൈ റെഡിയാവും എന്ന് പറയാൻ നേരത്ത് നമ്മളൊരു ഡോക്ടറിന് കൊടുക്കുന്ന നമ്മളൊരു ഇതുണ്ട്. ഡോക്ടറായാലും 90% ആളുകളും അങ്ങനെയാണ്. ഇവിടെ ഇതിന് മുമ്പും ആ വർഷം 3 പിള്ളേർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം പരാതി എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയില്ലേ. അതിനുശേഷം ആ 2 പേരെയും ഞാനിവിടെ ഒന്ന് വരുത്തി കണ്ടു. അവർ 2 പേരും മെഡിക്കലായിട്ട് ഇരിക്കുകയാണ്, യാതൊരു പ്രശ്നവുമില്ല. കാരണം ഇൻഷുറിയുടെ ആ ഒരു എമൗണ്ട് ഇദ്ദേഹത്തിൻ്റെ മാസം തന്നെ ഒരു കുട്ടി, പിന്നെ അല്ലാതെ ഒരു കുട്ടി, ആ 3 പേർക്കായിരുന്നു ആ ഒരു വലിയ വർഷത്തിൽ നമുക്ക് മൊത്തം 2200ഓളം ഡെലിവറി ഉണ്ടായിരുന്നു. അതിൽ 3 പേർക്കാണ് കൈക്ക് പ്രോബ്ലം ഉണ്ടായത്. അല്ല, അതിന് മുന്നേ ഇവർക്ക് റിപ്പോർട്ടുണ്ട്. അതിന് മുന്നേ ഇവർക്കെതിരെ 3-4 നെഗ്ലിജൻസ് ഓൾറെഡി ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഞാൻ പേടിച്ചു പോയി. ഞാൻ കൊച്ചുങ്ങളൊക്കെ ഇതുപോലെയാണോ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോഴേ നമ്മള് ശരിക്കും മെഡിക്കൽ സയൻസിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത് ശരിയാവുന്നുള്ളത് കുറച്ച് സമയം കൊണ്ട് റിവേഴ്സിബിൾ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ആ കൊച്ചുങ്ങളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഫംഗ്ഷൻ നടത്തി ഞാൻ 2 പേരും വിളിച്ചായിരുന്നു. അപ്പൊ അവർ 2 പേരും വിളിച്ചു കൊടുത്തു. പരിക്കേറ്റ 3 കുട്ടികളെയും നേരിൽ കണ്ടുവെന്നും കുഴപ്പമില്ലെന്നും അവർ പറയുമ്പോൾ, ഒരു കൈ പാതി തളർന്നു പോയ കുഞ്ഞു വിഹാനെ മറുകൈ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പരിശീലിപ്പിക്കണമെന്ന് ഒട്ടും കുറ്റബോധമില്ലാതെ പറയുന്നു. നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പം ഒരാളുടെ കുഴപ്പം കൊണ്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് സംഭവിച്ചതിനോട് നമ്മുടെ എങ്ങനെ മാക്സിമം പൊരുത്തപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നത്. അതല്ലാതെ അതിനെ പഴിച്ചും അതിനെ പുറത്തും നമ്മൾ കളയാനുള്ളതല്ല. അവർക്കെതിരെ നമ്മളെല്ലാം ലീഗൽ നടപടി എടുക്കണം. അതിനൊക്കെ വെച്ച് നമ്മുടെ ജീവിതം നമ്മുടേതാണ്. അതിന്റെ സന്തോഷങ്ങൾ നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അത് കൊച്ചിൻ്റെ ഒരു കഴിവോ അല്ലെങ്കിൽ കൊച്ചിൻ്റെ എന്തെങ്കിലും വന്നെന്ന് പറഞ്ഞിട്ടില്ല. ആ ചിത്രങ്ങളെ അങ്ങോട്ട് മാറ്റുക. അവനെ വളരെയധികം മിടുക്കനാക്കുക. അവനെ വളരെ ലോകത്തെ ഏറ്റവും മിടുക്കനായ ഭാവയുടെ വളരണം. അതിനുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കുക. അത് നല്ല ബുദ്ധിയൊക്കെ ഇല്ലേ. 30-ാം തീയതി റിപ്പോർട്ട് തയ്യാറാക്കാന്നാണ് എനിക്ക് തരാമെന്നാണ് പറഞ്ഞത്. ഡോക്ടറിന്റെ 30-ാം തീയതി ആകും. അവർക്കുള്ള എല്ലാ ഫയലെല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 30-ാം തീയതി ഡോക്ടർ ഇത് പറയും. അത് നിങ്ങളെ വിളിച്ചറിയിക്കാന്ന് പറഞ്ഞു. അത് അറിയിക്കാത്ത മുഖാന്തരം ഞാൻ നേരെ അകത്തോട്ട് കയറി വരുന്നു. അവരുടെ വായിന്ന് തന്നെ നമുക്കിത് കേൾക്കുന്നത്. ആശുപത്രിയിൽ നിന്നും മറ്റൊരാശുപത്രിയിലേക്ക് റെഫർ ചെയ്യുമ്പോൾ കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് കേസ് ഷീറ്റിൽ രേഖപ്പെടുത്തണം. ആശുപത്രിയിലെ ഡെയിലി റിപ്പോർട്ട് ബുക്ക്, റഫറൻസ് രജിസ്റ്റർ എന്നിവിടങ്ങളിലും റെഫർ ചെയ്യുന്ന കാര്യം കാര്യകാരണസഹിതം കുറിക്കണം. ഇത്രയധികം ആധികാരിക രേഖകൾ ഉണ്ടായിട്ടും പരിക്കേറ്റ 3 കുഞ്ഞുങ്ങളെ കുറിച്ചറിയാൻ ആരോഗ്യവകുപ്പിന് 1.5 വർഷം എടുക്കേണ്ടി വന്നു എന്ന ചോദ്യമാണ് ഞെട്ടിക്കുന്നത്. വിഷ്ണുവിന്റെ പരാതിയിന്മേൽ സൗത്ത് പോലീസ് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ പുതിയ കേസെടുത്തെങ്കിലും കുടുംബത്തിന് നീതി കിട്ടുമെന്ന കാര്യത്തിൽ ഒരുറപ്പുമില്ല. ഈ കേസിലും ചികിത്സാ പിഴവിനെ സംബന്ധിച്ച് നിർണായക തീരുമാനമെടുക്കേണ്ടത് ഡോക്ടർമാർ ഭൂരിഭാഗമുള്ള മെഡിക്കൽ ബോർഡാണ്. പക്ഷേ എല്ലാം അറിഞ്ഞിട്ടും ആരോഗ്യവകുപ്പിന്റെ മൗനമാണ് ഏറ്റവും മനസാക്ഷിരഹിതം. ഇവിടെ പിഴവ് തുറന്നു സമ്മതിച്ചിരിക്കുന്നത് വനിതാ ശിശു ആശുപത്രിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ്. ഇനിയെങ്കിലും
കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമോ? ഈ ചോദ്യം ന്യൂസ് 18 ഉന്നയിക്കുന്നത് ഇരയാക്കപ്പെട്ട ഒരുപാട് മനുഷ്യർക്ക് വേണ്ടിയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.